ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി അരിപ്പൊടി കൊണ്ട് വളരെ എളുപ്പം തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ഇന്നത്തെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല. ഇതിലേക്ക് വറുത്ത അരിപ്പൊടി 250 ഗ്രാം അളവിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതേ കപ്പ് അളവിൽ തന്നെ 2 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ വെള്ളവും പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാൻ പാടുള്ളൂ. ഫ്ലെയിം ഓൺ ആക്കിക്കൊണ്ട് നമ്മളിത് ഇളക്കി കൊടുത്താൽ കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 സ്പൂൺ ഓയിലും ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഞാനിപ്പോൾ പത്തിരിക്കൊക്കെ മാവ് റെഡിയാക്കി എടുക്കുന്ന രീതിയിലാണ് ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. സാധാരണ നമ്മൾ പത്തിരി ഉണ്ടാക്കുമ്പോഴത്തേക്ക് വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിൽ അരിപ്പൊടി ഇട്ട് നന്നായി വേവിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് ഇതുപോലെ ചെയ്യാനാണ് എളുപ്പം തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ പൊടിയും വെള്ളവുമായിട്ട് നന്നായിട്ട് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം. എന്നിട്ട് കൈവിടാതെ ഇതേപോലെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കുഴയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. സാധാരണ പത്തിരിക്കൊക്കെ മാവ് റെഡിയാക്കി എടുക്കുന്ന അതേപോലെ തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനി ചൂടാറട്ടെ. ഇനി ഞാനൊരു പാത്രം എടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മാവ് ഇനി ചെറിയ ചെറിയ ഷേപ്പാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പാത്രത്തിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. മാവ് ഇപ്പോൾ നല്ലോണം ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണയോ ഓയിലോ ഒന്ന് സ്പ്രെഡ് ആക്കിയ ശേഷം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഷേപ്പിൽ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഈ മാവിൽ നിന്നും ചെറിയൊരു പീസ് എടുത്തിട്ട് ഈ ഒരു ഷേപ്പിലാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാം. മാവ് ഇതിലും വലുതാക്കി എടുക്കരുത്, എന്നാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. എത്രത്തോളം ചെറുതാക്കുന്നോ അത്രയും നല്ല കാണാനും ഭംഗിയുണ്ടാവും, കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ എല്ലാ മാവും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ചൂടായി വന്ന എണ്ണയിലേക്ക് ഈ മാവ് ഇട്ട് കൊടുക്കാം. ഇതിട്ട ഉടനെ തന്നെ നമ്മൾ ഇളക്കരുത്. ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് പൊടിഞ്ഞു പോവും. ഇതൊന്ന് പകുതി വെന്തതിന് ശേഷം മാത്രമേ ഇത് നമ്മൾ ഇളക്കാനും അതുപോലെ തന്നെ ഇത് മറിച്ചിട്ട് കൊടുക്കാനും പാടുള്ളൂ. അതിനു മുമ്പേ തന്നെ നമ്മൾ ഇതിൽ ഒട്ടിപ്പിടിച്ചതൊക്കെ റെഡിയാക്കി ഇട്ട് കൊടുക്കാൻ വേണ്ടി വിചാരിച്ചു കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോകത്തേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ഒരു സൈഡ് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി മാവൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് ഇളക്കിയിട്ട് കൊടുക്കാം. എണ്ണയിലിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ചെയ്യണമെന്നില്ല. വെന്തതിന് ശേഷം കോരി മാറ്റിയിട്ട് ചെയ്താലും മതി. ഇപ്പോൾ ഇത് 2 സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അരിപ്പൊടി കൊണ്ട് തയ്യാറാക്കിയെടുക്കുന്ന ഈ ഒരു സ്നാക്കിൻ്റെ റെസിപ്പി. അപ്പോൾ മാവ് നമ്മൾ ഇതുപോലെ വേവിച്ചെടുത്തതിന് ശേഷം മാത്രമേ നമ്മളിങ്ങനെ ചെയ്തെടുക്കാവൂ. എങ്കിൽ മാത്രമേ ഈ ഒരു ടേസ്റ്റും കിട്ടുള്ളൂ. ഇതിൽ പ്രത്യേകിച്ച് പൊടികളുടെ ഒന്നും ആവശ്യമില്ല. ഉപ്പും എണ്ണയും മാത്രം മതി. എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്ന ഒരു സാധനമാണ് അരിപ്പൊടി. അരിപ്പൊടി വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണിത്. ഞാനിപ്പോൾ ഇതേപോലെ തന്നെ എല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് ഞാനിപ്പോൾ പൊട്ടിച്ച് കാണിച്ചു തരാം. നമ്മൾ കൈ കൊണ്ട് ഞെക്കുമ്പോൾ തന്നെ ഇത് പൊട്ടിപ്പോവും. ഇത്രയും ക്രിസ്പി ആയിട്ടാണ് ഈ ഒരു സ്നാക്ക് ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ റെസിപ്പി. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.